ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിക്കൽ രണ്ടാം ദിവസത്തിലാണ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം സന്നിധാനത്ത് തുടരുകയാണ്. ലീഗൽ മെട്രോളജി വിഭാഗവും SITക്ക് ഒപ്പമുണ്ട്. ശശി നാരായണൻ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. ശശി, നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും SITയുടെ നടപടികൾ? എൽദോ, പ്രധാനമായും ശബരിമലയിലെ ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് അതിന്റെ സാമ്പിളുകൾ കൃത്യമായി ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ഇന്നലെ എത്തിയ SIT സംഘം സന്നിധാനത്തെത്തി. ഇന്നലെ ആദ്യഘട്ടത്തിലുള്ള പരിശോധനകൾ, സാമ്പിൾ ശേഖരിക്കുന്നുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്നും ആ നടപടികൾ സ്വീകരിക്കും. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള പുറകുവശത്തെ ഭാഗത്തെയും ഒപ്പം ദ്വാരപാല ശില്പങ്ങളുടെയും കട്ടളപ്പാളി അടക്കമുള്ള ശില്പങ്ങളുടെയും സ്വർണ്ണപ്പാളിയുടെയും ഈ സാമ്പിളുകളാണ് ശേഖരിക്കുന്നത്. പ്രധാനമായി ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഇത് എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടുള്ളത്, സ്വർണത്തിന്റെ കാലപ്പഴക്കം, നേരത്തെ 99 വിജയമല്യ സ്വർണം പൂശിയ സ്വർണത്തിന്റെ അളവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് നിലവിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്ന് തുടങ്ങിയ കാര്യമാണ്. സ്വർണത്തിന്റെ അതുപോലെ തന്നെ കാലപ്പഴക്കം, ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് പ്രധാനമായും കുറ്റപത്രം സമർപ്പിക്കാൻ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ഈ പരിശോധന നിർണായകമാണ്. കാരണം കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കേണ്ട തെളിവുകളുടെ ഭാഗമാണ് നഷ്ടപ്പെട്ട സ്വർണ്ണങ്ങളുടെ കണക്ക്. അതുകൂടി ഈ പരിശോധനയ്ക്ക് ആവശ്യമാണ്. നേരത്തെ 2 തവണ ശബരിമലയിൽ ഈ സ്വർണ്ണ സാമ്പിൾ ശേഖരിച്ചിരുന്നു. പക്ഷേ 2 പ്രാവശ്യവും ആ ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധന വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ സന്നിധാനത്തെത്തുകയും ഇന്നലെ തുടങ്ങിയ പരിശോധന ഇന്നും നടക്കും. ഇന്ന് കുംഭമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് നട തുറന്നു. ഇന്ന് തിരക്കുണ്ടാവും. ആ സമയത്തും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇന്ന് പരിശോധന ഉണ്ടാകും. ഇന്നലെ വന്ന സമയത്ത് തന്നെ, നട തുറന്ന സമയത്ത് തന്നെ ഈ പരിശോധനയുടെ കാര്യങ്ങളിൽ തുടക്കം ആരംഭിച്ചു. എന്തായാലും ഇന്നും അത് തുടരും. ഒരുപക്ഷെ ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ നാളെ ഈ സ്വർണ്ണത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്ന കാര്യത്തിൽ എന്തായാലും നാളെ ഉണ്ടാവും. അത് ശേഖരിച്ചതിന് ശേഷം ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്കായിരിക്കും ഇതിന് സാമ്പിളുകൾ അയക്കുക. എന്നിട്ടായിരിക്കും ഇതിന്റെ പരിശോധനകൾ കൃത്യമായി നടത്തുക. എന്തായാലും അതിനനുസരിച്ചായിരിക്കും റിപ്പോർട്ട് പിന്നീട് തയ്യാറാക്കിയ ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് സാമ്പിൾ ശേഖരണം അത് തുടരുകയാണ്. രണ്ടാം ദിവസത്തിലാണ്. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തതയോടുകൂടി റിപ്പോർട്ട് നൽകുന്നതിനായി ഉള്ള ശ്രമത്തിലാണ് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് നിയമവിരുദ്ധവും കേസിൽ പ്രതി ചേർത്ത FIR റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. സ്ഥാപനത്തിൽ നിന്ന് SIT കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടും ഉണ്ട് എന്നും ഹർജിയിൽ പറയുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുത് എന്നാണ് SITയുടെ നിലപാട്. കർണാടകയിലെ പ്രമുഖ BJP നേതാവും മുൻ മന്ത്രിയുമായ ഭൈരതി ബസവരാജ കൊലക്കേസിൽ അറസ്റ്റ്. അഹമ്മദാബാദിൽ നിന്ന് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഉടനെയായിരുന്നു അറസ്റ്റ്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ശിവപ്രകാശ് എന്ന ബിക്ലു ശിവു കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. ബസവരാജിന് കർണാടക ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി തള്ളാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.